ജമാഅത്തെ ഇസ്ലാമി ബാന്ധവം ശരിക്കും UDFന് ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് എക്സ്പോസ് ചെയ്യപ്പെട്ടില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എക്സ്പോസ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കും. എനിക്ക് CPMൻ്റെ ആ ഒരു ശ്രമം ജമാഅത്തെ ഇസ്ലാമിയെ കോർണർ ചെയ്ത് UDFൻ്റെ മതേതരത്വത്തെയും ഒക്കെ ചോദ്യം ചെയ്യാനുള്ള, പ്രത്യേകിച്ച് മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു ആശങ്കയുണ്ടാക്കാൻ CPM വളരെ ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും അവർ ആ ഒരു ഗെയിമിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അവരിപ്പോഴും ആ ഒരു ഗെയിമിൽ കൺവിൻസ്ഡാണ്. CPM എന്നുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ നമുക്കറിയാം, താഴെത്തട്ടിൽ വലിയ സ്വാധീനമുള്ള കേഡർ സംവിധാനമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഗ്രൗണ്ട് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും ആ ഒരു ക്യാമ്പയിൻ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നത്. AK ബാലൻ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ചെയ്തതും ആ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയതൊക്കെ വ്യക്തമായ ആസൂത്രണത്തോടെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയുടെയും മറ്റ് നേതാക്കളുടെയൊക്കെ അറിവോടെ തന്നെയാണ്. UDF നേതാക്കൾ ആ കാര്യം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അവർ പറഞ്ഞത് ശരി തന്നെയാണ്.